എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ 2, 3, 4 മൊഡ്യൂൾസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പൊ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ടായി. അതിന്റെ അകത്ത് മൊഡ്യൂൾ 1, അതുപോലെ തന്നെ 2, 3 ഈ 3 മൊഡ്യൂൾസിന്റെ തിയറിയുടെ വീഡിയോ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന തിയറി പാർട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അതിന്റെ അകത്ത് കവർ ആവുന്നുണ്ട്. നിങ്ങൾ ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു എന്നുള്ളത് ആ വീഡിയോ കണ്ട് പഠിച്ച് ഉറപ്പ് വരുത്തുക. അതുപോലെ മൊഡ്യൂൾ 4 വീഡിയോ ക്ലാസ് ഇല്ല, പക്ഷെ നമ്മൾ പലതവണ ക്ലാസ്സിൽ റിവൈസ് ചെയ്തതായതുകൊണ്ട് അതിന്റെ PDF ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മൊഡ്യൂൾ 4 തിയറി പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ മൊഡ്യൂൾസിന്റെയും തിയറി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതേപോലെ മൊഡ്യൂൾ 1ന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നു, ലിങ്ക് ഇട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് മൊഡ്യൂൾ 1ന്റെ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് മൊഡ്യൂൾ 2ന്റെ പ്രോബ്ലംസും 3ന്റെ പ്രോബ്ലംസും അതുപോലെ തന്നെ 4ാമത്തെ മൊഡ്യൂളിന്റെ പ്രോബ്ലം ആണ്. ഈ 3 മൊഡ്യൂൾസിന്റെ അവസാനത്തെ 3 മൊഡ്യൂളുകളുടെ പ്രോബ്ലം ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ മൊഡ്യൂൾ 2 തന്നെ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 2ന് 2 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണുള്ള പ്രോബ്ലം ചെയ്യാനായിട്ട്. അതിന്റെ അകത്ത് ഡിറ്റർമൈൻ ദ സപ്പോർട്ട് റിയാക്ഷൻ ഇൻ ദ ഗിവൺ ബീം, അതേപോലെ രണ്ടാമത്തേത് ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഇൻ ദ ട്രസ്. അത് ഞാൻ ഡോൺ സ്റ്റഡി ചെയ്തേക്കണേ. അതുപോലെ തന്നെ മൊഡ്യൂൾ 3ലും കാണാം. അപ്പൊ ഇത് അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാർട്ട് സീരീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ മാർക്ക് കളയാതെ തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടോപ്പിക്ക് അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ടോപ്പിക്കും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഇൻ ദ ട്രസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് പാർട്ട് സിയിൽ, അതുപോലെ തന്നെ ഡിറ്റർമൈൻ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന മൊഡ്യൂൾ 3 വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ലീവ് ചെയ്തിട്ട് ബാക്കി വരുന്ന മൊഡ്യൂൾ 2ലെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ മൊഡ്യൂൾ 3ലെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ മൊഡ്യൂൾ 4ന്റെ പ്രോബ്ലം, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ വീഡിയോ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ മാർക്ക് പാർട്ട് സിയിൽ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ജയിക്കാന്ന് മാത്രമല്ല, ജയിക്കാവുന്നതിൽ അധികം മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു 3 മൊഡ്യൂളിന്റെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക് ആയിരിക്കും, മൊഡ്യൂൾ 2ന്റെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അതായത് ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ തന്നെ. ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻ ഓഫ് ദ ഫോളോയിങ് ബീം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ഇതുപോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ടാവും, ഒരു ബീം ഉണ്ടാവും. ആ ബീമിന്റെ മേലെ ഒരു കുറെ ഫോഴ്സസ്, ഒരു ബീം 2 സപ്പോർട്ടുകളുടെ മേലെ വെച്ചിട്ടുണ്ടാവും. ആ ബീമിന്റെ അകത്ത് കുറെ അധികം ഫോഴ്സുകൾ ഉണ്ടാവും. അതിന്റെ അകത്ത് വരുന്ന സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ആറേയും ആർ ബിയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇതിന്റെ തിയറി പാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ടൈപ്പ് ഓഫ് ബീംസും ടൈപ്പ് ഓഫ് ലോഡുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ ലോഡുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 5 കിലോ ന്യൂട്ടൺ. അത് നമ്മൾ പോയിന്റിലൂടെ വിളിക്കുന്നത്. അത് കാരണം പോയിന്റ് സി എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ ലോഡ് ഇവിടെ കൊടുത്തേക്കണം D to B എന്ന് പറയുന്ന ലെങ്ത്തിൽ സ്പ്രെഡ് ആയിട്ടാണ് കൊടുത്തേക്കണം. സ്പൈറൽ രൂപത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഫോഴ്സ് ആണ് UDL, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പൊ നമുക്ക് പോയിന്റ് ലോഡ് ആണെങ്കിൽ മാത്രമാണ് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ UDL പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ചുവന്ന മാർക്കിംഗ് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ, ഈ റെഡിങ് കൊണ്ട് ഞാൻ എഴുതിയേക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, 6 കിലോ ന്യൂട്ടൺ 1.5 എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ക്വസ്റ്റ്യനിൽ ഉള്ളതല്ല. ഈ 2 kN/m എന്ന് പറഞ്ഞിട്ട് നമുക്ക് UDL തന്നേക്കണം. അതായത് 1 മീറ്ററിൽ 2 kN. ഡിയുടെയും ബിയുടെ ഇടയിൽ മൊത്തം 3 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ മൊത്തത്തിലായിട്ടാണ് ഈ ഒരു ഫോഴ്സ് കിടക്കുന്നത്. അപ്പൊ 1 മീറ്ററിൽ 2 kN ഉണ്ടെങ്കിൽ 3 മീറ്ററിൽ 2 × 3 6 kN ഉണ്ടാവും. ഇനി ഈ 6 kN വരുന്ന UDL, ഈ UDL നമ്മൾ കൺവേർട്ട് ചെയ്ത പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ D to Bയുടെ ഡിസ്റ്റൻസിന്റെ നേർ പകുതിക്ക്. അതായത് 3 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എങ്കിൽ നേരെ നടുക്ക്. അതായത് ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പുറ സൈഡിൽ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാലും 1.5 ഡിസ്റ്റൻസിലായിരിക്കും ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പ്രോബ്ലത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് ഉള്ളൂ. ഒന്ന് സിഗ്മ F = 0, ഈ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെന്നുള്ളത് നമ്മൾ പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് സിഗ്മ M = 0, ഇതിന്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ മൊമെന്റത്തിന്റെ വാല്യൂ 0 ആണെന്നുള്ളത് നമ്മൾ പറയാം. ഫസ്റ്റ് സിഗ്മ F = 0 ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ സിഗ്മ ഫോഴ്സുകൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലോട്ട് ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RA അതേപോലെ തന്നെ RB ആണ് മേലോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മേലോട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് RA + RB എന്ന് കിട്ടും.
ആർ ബി. ഇനി താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് 5ഉം പിന്നെ നമ്മൾ ഈ യു ഡി എല്ലിനെ കൺവേർട്ട് ചെയ്ത സാധനം 6ഉമാണ്. അപ്പൊ രണ്ടും താഴത്തോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ രണ്ടിലും മൈനസ് ആയിരുന്നു. അപ്പൊ -5 -6 ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടണം. ടോട്ടൽ ഫോഴ്സ് 0 ആണല്ലോ, ഇതെല്ലാം കൂടെ കൂട്ടിക്കുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടണം. അപ്പൊ ഞാനിവിടെ ഡയറക്റ്റ് സ്റ്റെപ്പിലോട്ടാണ് പോയേക്കണേ. അതായത് ഈ -5 -6 എന്ന് പറഞ്ഞ സാധനത്തിന് ഈ ഈക്വലിന്റെ അപ്പുറം സൈഡിൽ കൊണ്ടുപോയപ്പോ അത് രണ്ടും പോസിറ്റീവായിട്ട് മാറി. അടുത്ത സ്റ്റെപ്പാണ് ചെയ്തേക്കുന്നത്. അപ്പൊ 6 + 6 = 5 + 6. 5 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 കിലോ ന്യൂട്ടൺ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷെ ഇക്വേഷൻ 1 നമുക്ക് ഈ 6 RB ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടും നമുക്ക് അറിയില്ലാത്ത വാല്യൂസാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാലാണ് നമുക്ക് മറ്റേന്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫോഴ്സ് അല്ല എടുക്കുന്ന മൊമെന്റ് ആണ്. മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് മാത്രമല്ല, ഫോഴ്സ് ഇൻറ്റു ആ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ മൊമെന്റ് ഇപ്പൊ നമ്മൾ പറയണമെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിനെ അബൌട്ട് ആയിട്ടാ പറയാവുള്ളൂ. അതാണ് ഈ എ എന്ന് കൊടുത്തേക്കുന്ന സാധനം. ഇവിടെ നമ്മൾ മൊമെന്റ് എടുത്തിരിക്കുന്ന എക്ക് അബൌട്ട് ആയിട്ടാണ്. അപ്പൊ നമുക്ക് എക്ക് അബൌട്ട് ആയിട്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബിക്ക് അബൌട്ട് ആയിട്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരേപോലെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുകയായിരിക്കും നല്ലത്. അപ്പൊ എപ്പോഴും എ ഫോളോ ചെയ്ത് പോവായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബി എടുക്കാൻ എളുപ്പമുള്ളവർ ബി എടുത്തോ, കുഴപ്പമില്ല. അപ്പൊ σ(m)=0 എന്നാണ് ഞാൻ എടുക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് അബൌട്ട് ആണ് നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ഫോഴ്സ് ചെയ്തപ്പോൾ മേലോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവും താഴത്തോട്ടുള്ള നെഗറ്റീവ് എടുത്ത പോലെ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെന്റിനെ നമ്മൾ നെഗറ്റീവ് എടുക്കും, ആന്റി ക്ലോക്ക് വൈസിലുള്ളതിനെ പോസിറ്റീവ് എടുക്കും. ഇപ്പൊ ഓർത്തിരിക്കണം, മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങാം. എ എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിയാക്ഷൻ RA ആണ്, മേലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ. പക്ഷെ അത് ആ പോയിന്റ് തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിന് എടുക്കൂല. അപ്പൊ തൊട്ടടുത്ത ഫോഴ്സിലോട്ട് കിടക്കുക. തൊട്ടടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 5 കിലോ ന്യൂട്ടൺ ആണ്. അത് താഴത്തോട്ട് ആക്ട് ചെയ്യണം അല്ലെ. അപ്പൊ പോയിന്റ് എക്ക് അബൌട്ട് ആയിട്ട് പോയിന്റ് എ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫോഴ്സ് ചെയ്യേണ്ട താഴത്തോട്ട് ആക്ട് ചെയ്താൽ അത് കറങ്ങാൻ പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇവിടെ മൊമെന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ -2 ഫോഴ്സിന്റെ വാല്യൂ 5 ആണ്. 5 മൾട്ടിപ്ലൈഡ് ബൈ ആ പോയിന്റ് എയിൽ നിന്ന് ഫോഴ്സിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് 1 മീറ്റർ. -5 × 1. ഇനി അടുത്ത ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന UDL കൺവേർട്ട് ചെയ്ത പോയിന്റ് ലോഡാണ്, അതായത് 6 കിലോ ന്യൂട്ടൺ. പോയിന്റ് എക്ക് അബൌട്ട് ആയിട്ട് നമ്മൾ ഈ ഒരു ഫോഴ്സ് കറക്കി കഴിഞ്ഞാൽ അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറങ്ങണം. അപ്പൊ അതിന് നമ്മൾ മൈനസ് കൊടുത്തു. 6 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 + 1 + 1.5. ഇവിടം വരെ 1.5 ആണ് അല്ലെ. അപ്പൊ 1 + 1 + 1.5 പ്ലസ് അവസാനം വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RB, ഇവിടെ മേലോട്ട് ആക്ട് ചെയ്യുന്ന RB. അപ്പൊ ഇത് മേലോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് കറങ്ങാൻ പോകണം എങ്ങനെയാന്ന് നോക്കി. പോയിന്റ് എക്ക് അബൌട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറങ്ങാൻ പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് സൈൻ വന്നു. RB ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 + 1 + 3 ആണ്. അപ്പൊ ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ സ്വന്തം നോക്കി മനസ്സിലാക്കുക, കണക്കാണത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് RB മാത്രം അറിയില്ലാത്ത വാല്യൂ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് RBയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ RBയുടെ വാല്യൂ 5.2 എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ 1 പ്രകാരം ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേതും കിട്ടുമായിരുന്നു. ഇവിടെ RBയുടെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചു, പിന്നെ നമുക്ക് RA കണ്ടുപിടിക്കാം. അപ്പൊ RA + RBയുടെ സ്ഥാനത്ത് 5.2 ഇട്ടു ഈസ് ഈക്വൽ ടു 11. അതായത് RA = 11 - 5.2, അതായത് RA = 5.8 കിലോ ന്യൂട്ടൺ നമുക്ക് ഉത്തരം കിട്ടും. ഇതേടെ ഇപ്പൊ ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. അടുത്ത ഫിഗർ നോക്കുക. ഇവിടെയാണ് റിയാക്ഷൻ, ആദ്യത്തെ റിയാക്ഷൻ വരുന്നത്. രണ്ടാമത്തെ റിയാക്ഷൻ ഇവിടെ RA RB. ആ RA RBയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം UDL ഉണ്ട്. UDL പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ UDL നമുക്ക് തന്നേക്കണം 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ്. അതായത് 1 മീറ്ററിൽ 2 കിലോ ന്യൂട്ടൺ. ടോട്ടൽ C to D എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 2 + 3 മൊത്തം 5 മീറ്റർ ഉണ്ട്. അപ്പൊ 1 മീറ്ററിൽ 2 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ 5 മീറ്ററിലായിട്ട് വരുമ്പോൾ 2 × 5 10 കിലോ ന്യൂട്ടൺ ആയിട്ട് മാറും. ഇനി അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ സിയുടെയും ഡിയുടെയും കറക്റ്റ് നടുക്ക്, അതായത് ഇവിടെ ആയിട്ട്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ 2 ആ. 5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇപ്പുറത്ത് വരും പോയിന്റ്, അതായത് 2.5. ഇവിടുന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 2.5 ആയിരിക്കും ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ട് 2 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ σF = 0. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σM = 0. σF ഇവിടെ 0 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലോട്ടുള്ള ഫോഴ്സ് RA + RB രണ്ടെണ്ണം ഉള്ളൂ. താഴത്തോട്ട് ആക്ട് ചെയ്യുന്നത് ഒന്ന് 10ഉം രണ്ടാമത്തേത് 2ഉം. അപ്പൊ -10 -2 എന്നാണ് വരുന്നത്. അതിനെ ഈക്വൽ ടു അപ്പുറ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ
പ്ലസ് 10 പ്ലസ് 2 ആവും. 10 പ്ലസ് 2 ചെയ്യുമ്പോൾ 12. ഇക്വേഷൻ 1 കിട്ടി. ഇനി സിഗ്മ എം എ സിക്കൽ ടു 0. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് എടുത്തേക്കണേ. എക്ക് ബോട്ടായിട്ട് നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എയിൽ ആക്ട് ചെയ്യുന്ന ആറെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. തൊട്ടടുത്ത ഫോഴ്സ് ഏതാ നോക്കുക. അത് ഈ യു ഡി എല്ലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത 10 കിലോ ന്യൂട്ടൺ ആണ്. 10 കിലോ ന്യൂട്ടൺ എടുക്കുക. അപ്പൊ ഈ എക്ക് ബോട്ടായിട്ട് ഇത് കറങ്ങാൻ പോകുന്നത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് കൊടുത്തു. -10 ഇൻറ്റു എക്കും ഈ ഫോഴ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം 2.5. അതിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. അത് 0.5 ആണ്. പ്ലസ് അടുത്തൊരു പ്ലസ് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫോഴ്സ് ഏതാ നോക്കുക. അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ബി ആ. വേറെ ഇടയിൽ വേറെ ഫോഴ്സ് ഒന്നുമില്ല. എക്ക് ബോട്ടായിട്ട് ആർ ബി എന്ന് പറഞ്ഞ ഫോഴ്സ് നമ്മൾ കറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങാൻ പോകണം. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതുകൊണ്ട് പോസിറ്റീവ് വന്നു. ആർ ബി ഇൻറ്റു ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3+3. അതിവിടെ കൊടുത്തു. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ടാണ്. പോയിന്റ് എക്ക് ബോട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറങ്ങാൻ പോണത് ഇങ്ങനെയാണ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അതുകൊണ്ട് മൈനസ് വന്നു. -2 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3+3+, അവസാനം ഒരു 1 കൂടെ ഉണ്ട്. 3+3+1 = 0. ഇതിൽ നിന്ന് ആർ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആർ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇക്വേഷൻ 1 ഇവിടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആറയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ ഗ്രൂപ്പിൽ PDF ഇടുമ്പോൾ നിങ്ങൾ നോക്കി സ്വന്തം ചെയ്ത് നോക്കുക. ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇത് ഞാൻ പറയാൻ കാരണം ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഈ റെഡ് മാർക്ക് ചെയ്തേക്കണൊക്കെ ക്വസ്റ്റ്യനിലുള്ളതല്ല. ക്വസ്റ്റ്യനിൽ ഈ ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ. അപ്പൊ സാധാരണ ഇങ്ങനെ മേലോട്ട് ആരോ മാർക്ക് ഇട്ടായിരുന്നു സപ്പോർട്ട് നമ്മളെ കാണിക്കാറ്. പക്ഷെ ഇവിടെ നോക്കിക്കോ ആക്ച്വൽ ഫിഗർ കാണിച്ചുകൊണ്ടാണ് റിയാക്ഷൻ കാണിച്ചേക്കണത്, സപ്പോർട്ട് കാണിച്ചേക്കണത്. അപ്പൊ അത് വേറെ ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. മേലോട്ട് ഇതേപോലെ ആരോ മാർക്കാക്കി മാറ്റി വരച്ചാൽ മതി താഴത്തോട്ട് എടുത്തു വരയ്ക്കുമ്പോൾ. അത് റിയാക്ഷൻ ആറേയും ആർബിയും തന്നെയാണ് ഉദ്ദേശിക്കണേന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ കേസ് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, റിയാക്ഷൻസ് അങ്ങനെ മനസ്സിലാക്കുക. 2, ഇവിടെ യു ഡി എൽ ഉണ്ട്. യു ഡി എല്ലിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് തന്നേക്കണേ. അത് 3 മീറ്ററിലുണ്ട്. അപ്പോൾ അത് 1 × 3 കിലോ ന്യൂട്ടൺ ആയിട്ട് മാറി. അത് ഇതിന്റെ കറക്റ്റ് സെൻട്രൽ ആക്ട് ചെയ്യും. ഇപ്പൊ മൊത്തം 3 മീറ്റർ ആണ് ഈ കറക്റ്റ് സെന്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 1.5 ഡിസ്റ്റൻസ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഭവമാണ്. ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ കറക്കി കൊടുത്തിരിക്കുന്ന സാധനം. അപ്പൊ മനസ്സിലാക്കുക, കറങ്ങി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തത്? അത് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൊമെന്റിന്റെ വാല്യൂ ഡയറക്റ്റ് തന്നേക്കണമെന്നുള്ളൂ. അപ്പൊ അത് ജസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളതൊന്നും കാണിച്ചു തരാം. വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സിഗ്മ എഫ് = 0. അത് പ്രകാരം മേലോട്ടുള്ള RA + RB പോസിറ്റീവ്. അതിനുശേഷം താഴത്തോട്ട് ആക്ട് ചെയ്യുന്നത് 10ഉം 3ഉം ആണ്. 10 കിലോ ന്യൂട്ടണും 3 കിലോ ന്യൂട്ടണും. ഇത് നമ്മൾ എടുക്കില്ല, കാരണം എന്താ? അത് ഫോഴ്സ് അല്ല, അത് മൊമെന്റ് ആണ്. അത് ഈ രണ്ടാമത്തെ സെക്ഷൻ വരുമ്പോൾ എടുത്താൽ മതി. അപ്പൊ -10 -3 എന്നായിരുന്നു. അത് അപ്പുറ സൈഡിൽ പോയി പ്ലസ് ആയി. അവസാനം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇക്വേഷൻ 1 കിട്ടി. ഇക്വേഷൻ 2 വരുമ്പോഴാണ്, രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾ നോക്കണ്ടേ. സിഗ്മ എം എ = 0. എക്ക് ബോർഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എയിൽ ആക്ട് ചെയ്യുന്ന ആരെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. തൊട്ടടുത്തതും നമ്മൾ നോക്കി പോകുമ്പോൾ അടുത്ത് കാണുന്ന ഈ മൊമെന്റാണ്. അപ്പൊ സാധാരണ നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റ് നമുക്ക് മൊമെന്റ് തന്നെ തന്നേക്കുക. അപ്പൊ 10 എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇനി അതിന്റെ ഡയറക്ഷൻ കറക്റ്റ് എങ്ങനെ കാണിച്ചേക്കണെന്ന് നോക്കി. ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞ പോലെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ -10 ഇവിടെ കേട്ടോ, സോറി, ഇവിടെ -10 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു. ഇൻഡു ഡിസ്റ്റൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡയറക്റ്റ് മൊമെന്റ് തന്നെയാണ് നമുക്ക് തന്നേക്കണേ. ഇനി അത് കഴിഞ്ഞു അടുത്തതിലോട്ട് പോകുമ്പോഴേ ഇവിടെ അടുത്ത 10 എന്ന് പറയുന്ന ഫോഴ്സ് വന്നു. ഇനി അത് കറങ്ങാൻ പോണത് എക്ക് ബോട്ടായിട്ട് നോക്കി കഴിഞ്ഞാൽ അത് കറങ്ങാൻ പോണത് ക്ലോക്ക് വൈസ് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും -10. ഇനി ഇവിടെ 10 എന്ന് പറഞ്ഞാൽ ഫോഴ്സാ. അപ്പൊ അതിനെ മൊമെന്റ് ആയിട്ട് മാറ്റണേ എന്ത് ചെയ്യണം? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്കും സിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2+3 മൈനസ് അടുത്തത് യു ഡി അല്ലേ 3 ഇൻറ്റു ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2+3+1.5 2+3+1.5. അവസാനം ഒരാളും കൂടെ വരുന്നുണ്ട് RB നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ് കൊടുത്തേക്കണേ. ഡിസ്റ്റൻസ് 2+3+3 എന്ന് വരും. ചെയ്ത് കഴിഞ്ഞാൽ RB കിട്ടും. RB കിട്ടിക്കഴിഞ്ഞാൽ അവസാനം RAയും കിട്ടും. നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഈ ഒരു മൊമെന്റ് വരുന്ന കേസ് മൊമെന്റ് ഡയറക്റ്റ് ഇവിടെ തന്നേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പോയിന്റ് ഡിയിൽ മൊമെന്റ് ഡയറക്റ്റ് തന്നേക്കണമെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. അപ്പൊ മൊഡ്യൂൾ 2 ന്ന്
നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്. പിന്നെ ഇവിടെ എഴുതാൻ വിട്ടുപോയ ഒരു ടോപ്പിക് ഉണ്ട്. ഇവിടെ പ്രോബ്ലം വേറൊരു ടോപ്പിക് നമ്മുടെ ചോദിക്കാറുണ്ട്. ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ തിയറി കൊടുത്തേക്കുന്ന സംഭവം ഉണ്ടോ? അപ്പൊ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് ഇവിടെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞു. ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് ഇത്രേ ഉള്ളൂ. മൊഡ്യൂൾ 2 ഫസ്റ്റ് സെക്ഷൻ നമ്മൾ നോക്കി. ഞാൻ ഫ്രിക്ഷനിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഫ്രിക്ഷന്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒന്ന് ഫ്രിക്ഷന്റെ തിയറി പഠിച്ചു വെക്കണം. ഫ്രിക്ഷൻ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നുള്ള കാര്യം ഒക്കെ മനസ്സിലാക്കി വെക്കണം. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാലാണ് ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ തിയറി പഠിക്കാതെ ഫ്രിക്ഷൻ പഠിക്കാൻ വരരുത്. തിയറി എല്ലാ മൊഡ്യൂളിലും എന്തായാലും കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി ഫ്രിക്ഷനിലോട്ട് വരുമ്പോ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ടെക്നിക്ക് നമുക്ക് ഇവിടെ ആവശ്യം വരും. ഈ ഫോഴ്സിനെ ഓരോ ആക്സിസിലോട്ട് നമ്മൾ കൊണ്ടുവരുന്ന പരിപാടി ഉണ്ട്. റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇവിടെ നമുക്ക് ആവശ്യം വരും. ഇപ്പൊ മൊഡ്യൂൾ 1 പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞിട്ടാണ് ഇത് സംഭവം ടെക്നിക്ക് എങ്ങനെയാന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും ഗോള്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഇവിടെ ആദ്യം ഫിഗർ വരയ്ക്കണം. സംഭവം സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറഞ്ഞേക്കണേ ബോഡി വെയിങ് 300 ന്യൂട്ടൺ, അതായത് 300 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡി ഒരു റഫ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ചിരിക്കുകയാണ്. ആ ഒരു പ്ലെയിൻ വെച്ചിരിക്കുന്ന സർഫസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.3. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ഒരു സർഫസ് വരയ്ക്കുക. അപ്പൊ അവിടെ ഒരു വെയിറ്റ് ഉള്ള ഒരു ബോഡി ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോഴ്സിന്റെ ഡയഗ്രാം വരച്ചാലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പടം നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ അവിടെ ഒരു ബോഡി അവിടെ വരച്ചു. അതിന്റെ വെയിറ്റ് എപ്പോഴും താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്ന. വെയിറ്റിന്റെ വാല്യൂ 300 ന്യൂട്ടൺ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് എഴുതാം. മ്യൂ ഇസ് ഈക്വൽ ടു 0.3. ഫൈൻ. ഞാനിപ്പോ ഈ മ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരിചയമില്ലാതെ വരുവാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിന്റെ തിയറി പാർട്ട് നോക്കിയിട്ടുള്ളതാണ്. അതാണ് ഞാൻ തിയറി പാർട്ട് നോക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. ഫോഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ക്യാൻ മൂവ് ദ ബോഡി, അതായത് ഈ ഒരു ബോഡിനെ നമുക്ക് തള്ളി നീക്കണം. ഇങ്ങോട്ടേക്ക് തള്ളി ഈ സാധനത്തിനെ മുന്നോട്ടേക്ക് നീക്കണം. അങ്ങനെ നീക്കണമെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരുന്ന ഫോഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പി ആണ് കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലായി? പി ആണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ഏത് ആംഗിളിൽ ആക്ട് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് ആക്ടിങ് ആറ്റ് ആംഗിൾ 25 ഡിഗ്രി. ഫോഴ്സ് നമ്മൾ ഇങ്ങനെ നേരെയല്ല കൊടുക്കാൻ പോണേ. ഫോഴ്സ് ഇങ്ങനെ ചെരിച്ച കൊടുക്കാൻ പോണേ. 25 ഡിഗ്രി ചെരിച്ച്. അപ്പൊ ആ ചെരിച്ച് ഞാൻ ഡയറക്ഷൻ കൊടുത്തു വെക്കാം. ഫോഴ്സ് ഉണ്ടോ, 25 ഡിഗ്രി ആംഗിളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് ഒന്ന് വെയിറ്റ് താഴ്ത്തിട്ടുണ്ട്. ഫോഴ്സ് അതായത് പി, സാധാരണ ഫോഴ്സ് എഫ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ഫ്രിക്ഷന്റെ കേസിൽ മാത്രം എഫ് എന്ന് പറഞ്ഞ സാധനം ഫ്രിക്ഷൻ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ ഫോഴ്സ് ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ വെയിറ്റ് താഴത്തോട്ട്, ഫോഴ്സ് പി 25 ഡിഗ്രി ഇപ്പുറ സൈഡിലോട്ട്. ഇനി ഫ്രിക്ഷൻ ബാക്കോട്ട്, കാരണം ഫ്രിക്ഷന്റെ ഡയറക്ഷൻ എപ്പോഴും ബോഡി മൂവ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി വെയിറ്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഈ മെക്കാനിക്സിൽ പഠിച്ചേക്കണെയാണ് എവരി ആക്ഷൻ ഹാസ് ആൻ ഇക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വെച്ചിട്ട് വെയിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സാധനം ഒരു ടേബിളിലോ എന്തെങ്കിലും സപ്പോർട്ടിലോ സാധനം വെച്ചേക്കുകയാണെങ്കിൽ വെയിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ നമ്മൾ ആർ വെച്ച് മാർക്ക് ചെയ്തു. അപ്പൊ ഈ 4 ഫോഴ്സുകളാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞില്ലേ, ആ ഫോഴ്സ് ഡയഗ്രത്തിൽ വരുന്ന ഈ 4 ഫോഴ്സാണ്. 300 ന്യൂട്ടൺ താഴത്തോട്ട്, പി, ആറ്, എഫ്. ഇനി ബാക്കിയെല്ലാം കറക്റ്റ് ഒരു കോർഡിനേറ്റ് വരയ്ക്കുകയാണെങ്കിൽ എക്സും വൈ ആക്സും അത്. ബാക്കി ഈ 3 ഫോഴ്സും ആറും എഫും 300 കറക്റ്റ് ഈ കോർഡിനേറ്റിൽ തന്നെ കിടക്കണം. എക്സ് വൈ ആക്സുകളായിട്ടാണ് കിടക്കണം. അതിൽ നിന്ന് വിട്ടുമാറി കിടക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി മാത്രമേ ഉള്ളൂ. സോ പിനെ നമ്മൾ റിസോൾവ് ചെയ്ത് ഈ ആക്സിസുകളിലേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെ ടെക്നിക്ക് നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞത്. അപ്പൊ കൊണ്ടുവരാനായിട്ട് സംഭവം സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഇവിടെ പി തന്നിട്ടുണ്ട്. പിയുടെ 2 ആക്സിസ്, പി കിടക്കുന്ന 2 ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ് ആക്സിസ് ഇത്, പിന്നെ രണ്ടാമത്തെ വൈ ആക്സിസ് ഇതാണ്. അപ്പൊ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. ഇപ്പൊ 2 കമ്പോണന്റ് ആയിട്ട് നമുക്ക് പിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. പിയുടെ കോസ് കമ്പോണന്റും അതുപോലെ തന്നെ പിയുടെ സൈൻ കമ്പോണന്റും. അതായത് പി കോസ് ആംഗിളായി 25, പി സൈൻ 25 എന്നുള്ള രീതിയിൽ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആകെയുള്ള സംശയം കോസ് എവിടെ വരും, ഏത് ഡയറക്ഷനിൽ വരും, സൈൻ ഏത് ഡയറക്ഷനിൽ വരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയിരിക്കുക. ആംഗിൾ അറിയാവുന്ന ആക്സിസ് ഏതാണോ, ഇവിടെ പി മേക്ക് ചെയ്യുന്നത് ഈ ആക്സിസ് ആയിട്ടാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്, ഈ ആക്സിസ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആംഗിൾ അറിയാവുന്ന ആക്സിസിൽ എപ്പോഴും കോസിന്റെ കമ്പോണന്റ് വരും. ആംഗിൾ അറിയില്ലാത്ത ഇനി ബാക്കിയുള്ള ആക്സിസ് ഏതാണോ ആ ആക്സിസിൽ സൈൻ്റെ കമ്പോണന്റ് വരും. ഇങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്യണം. അപ്പൊ നമ്മൾ
ആക്സിസിൽ നിന്ന് മാറി കിടക്കുന്ന ഫോഴ്സിനെ നമ്മൾ ജസ്റ്റ് റിസോൾവ് ചെയ്തു. ഇപ്പൊ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ പി കൺസിഡർ ചെയ്യില്ല, കാരണം പിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, കാരണം എക്സ് വൈ കോർഡിനേറ്റിലായിട്ട് നമ്മൾ എല്ലാ ഫോഴ്സുകളെ മാറ്റി എഴുതി. ഇനി രണ്ട് ആക്സിസ് ഉണ്ട്, എക്സ് ഉണ്ട് വൈ ഉണ്ട്, രണ്ടിനെ നമ്മൾ റിസോൾവ് ചെയ്യുക. ഫസ്റ്റ് എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ആണ്. എക്സ് ആക്സിൽ നോക്കി കഴിഞ്ഞാൽ എഫ് പുറത്തോട്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പി കോസ് 25 ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? പി കോസ് 25 ഈസ് ഈക്വൽ ടു, രണ്ടും ഒരു ആക്സിസിൽ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പൊ പി കോസ് 25 ഈസ് ഈക്വൽ ടു എഫ് എന്ന് എഴുതാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ കിട്ടിയ ഇക്വേഷനിൽ ഈ എഫിനെ നമ്മുടെ ആറിന്റെ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എന്തിനാന്നുള്ളത് പറയാം. ഇനി അടുത്ത് നമ്മൾ വൈ ആക്സിസ് എടുത്ത് കഴിയുമ്പോൾ, വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ആണ്. അവിടെ മേലോട്ട് ആറും ഉണ്ട്, പി സൈൻ 25 ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ആർ പ്ലസ് പി സൈൻ 25. ഇനി താഴത്തോട്ടുള്ള ആരാ? 300. അപ്പൊ ഈസ് ഈക്വൽ ടു 300 എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിയുടെ ടൈം ഉണ്ട്, ഇവിടെ ആറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ ആറിന്റെ സ്ഥാനത്ത് നമ്മൾ പി ഉള്ളൊരു ടേം സബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ എഫിന്റെ സ്ഥാനത്ത് എഫ് ഫിസിക്കലും മ്യൂ ആർ എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പ്രകാരം മ്യൂവിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എഫ് ഫിസിക്കൽ 0.3 ആണ്. അപ്പൊ എഫിന്റെ സ്ഥാനത്ത് ഞാൻ 0.3 എന്ന് കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ആറിന് ഒരു ഇക്വേഷൻ കിട്ടും. ആർ ഇസിക്വൽ ടു പി കോസ് 25 ഡിവൈഡഡ് ബൈ 0.3. അത് ഞാൻ ഇവിടെ സബ് ചെയ്യും. ഇവിടെ സബ് ചെയ്യുമ്പോൾ അതെ ഇവിടെ എങ്ങനെ സബ് ചെയ്തു? പി കോസ് 25 ഡിവൈഡ് ബൈ 0.3 പ്ലസ് പി സൈൻ 25 ഇസിക്വൽ ടു 300 എനിക്ക് കിട്ടും. അതിൻ്റെ അത് പി കോമൺ ആണ്, പി ഞാൻ വെളിയിലെടുക്കും. എനിക്ക് അപ്പൊ സബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കുക, പി മാത്രമാണ് എനിക്ക് അറിയില്ലാത്ത ടൈമുള്ളൂ. അപ്പൊ ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.4 കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പൊ പി ഇൻറ്റു 3.4 ഇസ് ഈക്വൽ ടു 300. അങ്ങനെ നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തറവാക്കുക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുള്ളൂ. ഇനി അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇവിടെ നേരെയുള്ള സർഫസിലായിരുന്നു ബോഡി ഇരുന്നത്, ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സർഫസിലാണ് ബോഡി ഇരിക്കുന്നത്. അപ്പൊ ആ ടൈപ്പ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ മാസ് ഓഫ് 50 കിലോഗ്രാം എന്ന് പറയുന്നത്, 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി വച്ചേക്കാണ്. എവിടെ വെച്ചേക്കണേ? ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് വെച്ചേക്കണേ, ചെരിഞ്ഞിരിക്കുന്ന ഒരു പ്ലെയിനില്. ആ പ്ലെയിൻ എത്രയിലാ ചെരിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്, എന്തോ ഒരു ചെരിവുണ്ടെന്ന് പറയുന്നുണ്ട്. 30 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ, അതായത് ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് 30 ഡിഗ്രി ആംഗിളിലാണ് ചെരിഞ്ഞിരിക്കുന്നത്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 50 കിലോഗ്രാം വെയിറ്റുള്ള ബോഡിനെ നമ്മളൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് പുള്ളിയാണ്, ഫോഴ്സ് ഓഫ് 354 ന്യൂട്ടൺ, അത്രയും വലിയ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് പുള്ളിയാ വലിച്ച് മേലോട്ട് കയറ്റുക. അപ്പൊ ഞാനത് അവിടെ ഡിനോട്ട് ചെയ്തു. പി ഈക്വൽ ടു 354. ഇനി ബാക്കി പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, മ്യൂ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജിയുടെ വാല്യൂ എത്ര എടുക്കേണ്ടതെന്നൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഈ ജിയുടെ വാല്യൂ 9.8 എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 എടുക്കാം. റൗണ്ട് ചെയ്ത് 10 എടുത്തു കഴിഞ്ഞാലും ഉത്തരം കിട്ടും. ഇവിടെ ടേക്ക് ജി സികൾ 9.81 എടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് 9.81 എടുക്കാം. അപ്പൊ ഞാൻ ഈ പ്രോബ്ലം ചെയ്തേക്കണതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് വേറൊന്നുമല്ല, സാധാരണ വെയിറ്റും ന്യൂട്ടണിലാണ് നമുക്ക് വേണ്ടത്. വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് തന്നെയാണ്. നമ്മളിപ്പോ തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ വെയിറ്റ് 300 ന്യൂട്ടൺ എന്നല്ല നമ്മളോട് പറഞ്ഞത്. ആ 300 ന്യൂട്ടൺ നമ്മൾ താഴത്തോട്ട് മാർക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ ന്യൂട്ടണിലല്ല, കിലോഗ്രാമിലാണ് തന്നേക്കുന്നത്. നമ്മൾ ലാബിലാണെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കിലോഗ്രാമിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ശരിക്കും നമ്മൾ ഈ ഒരു കിലോഗ്രാമിനെ ഈ ജിയുടെ വാല്യൂ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ജി 10 നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ആ കിലോഗ്രാം ഇൻറ്റു 10 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ജിയുടെ വാല്യൂ 9.8 എടുക്കാൻ പറഞ്ഞേക്കുക. അപ്പൊ ശരിക്കും റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 50 × 10 500 ന്യൂട്ടൺ നമുക്ക് താഴത്തോട്ട് ഫോഴ്സിന് എഴുതാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ 50 കിലോഗ്രാം എന്നാണ് എഴുതിയത്, തെറ്റാണ്. ഈ 500 ന്യൂട്ടൺ എന്നല്ല വരേണ്ട, 10 ഒരു 9.8 എന്നായതുകൊണ്ട് 500 അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് താഴത്തോട്ട് ഫോഴ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതവിടെ ഒരു മിസ്റ്റേക്ക് ആണ്. 500 ന്യൂട്ടൺ റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 500 ന്യൂട്ടൺ എന്നായിരുന്നു താഴത്തോട്ട് വരേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം കാൽക്കുലേറ്റർ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് 500 ന്യൂട്ടൺ ഞാൻ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ 500 ന്യൂട്ടൺ ആണ് ശരിക്കും വാല്യൂ. അപ്പൊ പി മേലോട്ട്, വെയിറ്റ് 500 ന്യൂട്ടൺ താഴത്തോട്ട്. ഇനി വെയിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ മേലോട്ട് വന്നു. ഇനി റിയാക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞേ? സർഫസിന് പെർപെൻഡിക്കുലറാണ്.
ഇവിടെ സർഫസ് ചെരിഞ്ഞിരിക്കണം. അപ്പൊ സർഫസിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നേരെ മേലോട്ട് ഈ ഡയറക്ഷനിൽ പോകും. ഉം. ഇനി ഒരു ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ ഞാനിവിടെ മാർക്ക് ചെയ്തു ഡയറക്ഷൻ വെച്ചിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 500 ന്യൂട്ടൺ ഫോഴ്സ് താഴത്തോട്ട്, ഫ്രിക്ഷൻ ബാക്കോട്ട്, 6 മേലോട്ട്, പി ഈ ഡയറക്ഷനിൽ. നമ്മൾ ആക്സിസ് വരയ്ക്കണേന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇംഗ്ലണ്ടിന്റെ പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആക്സിസ് വരയ്ക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? വൈ ആക്സിസ് ഇങ്ങനെ വരയ്ക്കണം, ഈ റിയാക്ഷന്റെ നേരെ വരയ്ക്കണം. ഇനി അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് ആക്സിസും വരയ്ക്കണം. അപ്പൊ എക്സിലും വൈയിലും കിടക്കുന്ന ഫോഴ്സുകൾ നമ്മൾ നോക്കേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ 50 നമ്മൾ കൺവേർട്ട് ചെയ്ത് എത്രയൊക്കെയായിരുന്നു? 500 ആക്കിയായിരുന്നു. ഈ 500 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് 30 ഡിഗ്രി ആംഗിളിൽ ഈ ആക്സിസിൽ നിന്ന് വിട്ടിറങ്ങണം. എക്സിലും അല്ല വൈയിലും അല്ല. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ രണ്ട് ആക്സിസിലായിട്ട് എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് റിസോൾവ് ചെയ്ത് തുടങ്ങണം. ഇപ്പൊ 500 ന്യൂട്ടണിന് രണ്ട് കമ്പോണൻസ് ഉള്ള 500 കോസ് 30യും 500 സൈൻ 30. ഏത് ആക്സിസിൽ ഏത് വന്നു എന്നുള്ളത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ആംഗിൾ അറിയാവുന്നത് ഏത് ആക്സിസിലാണോ ആ ആക്സിസിൽ കോസിന്റെ കമ്പോണന്റ് വരും. അപ്പൊ 500 കോസ് 30 ഇവിടെ വരും. ഇനി അതിന് നേരെ അതല്ലാത്ത ആക്സിസ് ഉണ്ടല്ലോ, ആക്സിസിൽ ആര് വരും? സൈന്റെ കമ്പോണന്റ് വരും. അപ്പൊ 50 സൈൻ 30 എന്നുള്ളത് ഇവിടെയും വരും. ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് റിസോൾവ് ചെയ്താൽ മതി. റിസോൾവ് ചെയ്യാനായിട്ട് ഓരോ ആക്സിസ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് പി മാത്രമേ ഉള്ളൂ, മറ്റേ സൈഡിലോട്ട് എഫ് മാത്രമേ ഉള്ളൂ. എഫ് മാത്രമല്ല, എഫും എഫിന്റെ ഒപ്പം ഒരാളും കൂടെ ഉണ്ട്. നമ്മൾ റിസോൾവ് ചെയ്ത് കിട്ടിയ 500 സൈൻ 30. അപ്പൊ നമുക്ക് എഴുതാം എഫ് പ്ലസ് 500 സൈൻ 30 ഈസ് ഈക്വൽ ടു പി. പിയുടെ വാല്യൂ 354. അതിൽ നിന്ന് എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ എഫ് കിട്ടി. ഇനി വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ മേലോട്ട് 6 മാത്രം. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു, ഇനി താഴത്തോട്ട് ആരാ ഉള്ളത്? ഒരാൾ മാത്രമേ ഉള്ളൂ, 500 കോസ് 30. ഇപ്പൊ ആർ ഇസ് ഈക്വൽ ടു 500 കോസ് 30. കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 43.3 കിട്ടും. ഇപ്പൊ എഫ് മാറും കിട്ടി. ഇനി തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഇക്വേഷൻ കണ്ടായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എന്നാണ് ഇക്വേഷൻ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എന്നാണ് ഇക്വേഷൻ. ഇതിനകത്ത് എഫും ആറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മ്യൂ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമല്ലേ. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കാം. ഇപ്പൊ മൊഡ്യൂൾ 2 ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യണത്. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ പഠിക്കാം. അപ്പൊ ഇത്രയും മിനിമം ഇത്രയെങ്കിലും എന്തായാലും പഠിച്ചിട്ട് പോവാം. ഇത്രയും പഠിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അടുത്ത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 വരുമ്പോ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന പ്രോബ്ലം ഏതൊക്കെയാന്ന് നോക്കി. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. ഡിറ്റർമൈൻ ദ സെൻട്രോയിഡ് ഓഫ് ദ ഏരിയ, ഗിവൺ ഏരിയ എന്ന് പറഞ്ഞ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൈൻഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കുകയും ചോദിക്കണം. അപ്പൊ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. സെൻട്രോയിഡിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഫിഗേഴ്സിന്റെ സെന്റർ കണ്ടുപിടിക്കണ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഈ റെക്ടാംഗിളിന്റെ ഒക്കെ സെന്റർ നമുക്ക് എവിടെയാണെന്നുള്ളത് കറക്റ്റ് അറിയാം. ഇപ്പൊ ഇതിന്റെ ബ്രെഡ് ബി ആണെങ്കിൽ അതിന്റെ കറക്റ്റ് നടുക്ക് b/2 സെന്റർ വേണം അല്ലെ, എക്സ് ആക്സിസിൽ. ഈ വൈ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡെപ്ത് ഡി ആണെങ്കിൽ അതിന്റെ കറക്റ്റ് പകുതിക്ക് d/2 സെന്റർ വേണം. അങ്ങനെ പകുതിക്ക് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ട്രയാങ്കിളിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പകുതി എന്ന് പറഞ്ഞ സംഭവം എടുക്കാൻ പറ്റില്ല. ഇതിപ്പോ ഇവിടെയാണ് ഈ ഒരു ട്രയാങ്കിളിന്റെ സെന്ററോട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബേസിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, ഈക്വൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ, ഈ ഒരു ഷേപ്പുള്ള ട്രയാങ്കിൾ ആണെങ്കിൽ ബേസിന്റെ കറക്റ്റ് പകുതിക്കായിരിക്കും തന്നെ b/2. പക്ഷെ ഹൈറ്റിനെ സംബന്ധിച്ച് കറക്റ്റ് പകുതി എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇതിന്റെ കറക്റ്റ് നടുക്കെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ആയിട്ട് വന്നത്. പക്ഷെ കറക്റ്റ് പകുതിക്കാണ് സെൻട്രോയിഡ് അല്ല, കുറച്ചും കൂടെ താഴെയാണ്. ഇപ്പൊ സെൻട്രോയിഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h/2 അല്ല, പകരം h/3 ആണ്. അതുപോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. ഈ മൂലയെന്നാണ് നമ്മൾ മെഷർ ചെയ്യണം. ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ വരുന്ന സൈഡ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് മെഷർമെന്റ് വരുന്നത്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗ്രാവിറ്റിയിലേക്ക് എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് b/3, വൈ ആക്സിസിലുള്ള ഡിസ്റ്റൻസ് h/3. അപ്പൊ ഇതുപോലെ ഓരോ ഷേപ്പിന്റെ നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വന്നെന്നുള്ളത് നോക്കാം. ഇപ്പൊ പ്രോബ്ലത്തിൽ നമുക്ക് ഇതേപോലെ ഒരു ഫിഗർ തരും. ഇപ്പൊ റെക്ടാംഗിളിന്റെ സെന്ററോടെ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് കണ്ണും കൂട്ടി അറിയാൻ പറ്റും. ഇപ്പൊ ബ്രെഡ്ത്തും ഡെപ്തും അറിയാം. ബ്രെഡ്ത്തിന്റെ പകുതിയും ഡെപ്തിന്റെ പകുതിയാണ് സെന്ററോട് വരുന്നത്. അങ്ങനെ അതിന്റെ സെന്ററോട് എവിടെയാന്നുള്ള കോർഡിനേറ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സെന്ററോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് ചോദിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എക്സ് ബാറും കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ വൈ ബാറും കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് ചോദിക്കണത്. എക്സ് ബാർ വൈ ബാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. ഇപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു ഫിഗർ സിമ്പിൾ ആയിട്ട് ചോദിക്കില്ല. ഇപ്പൊ ഒരു റെക്ടാംഗിൾ നമുക്ക് തന്നേക്കണെന്ന് പറയാം, എന്റെ സെന്റർ കണ്ടുപിടിക്കാൻ പറയാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ സെൻട്രോയിലോട്ടുള്ള ഡിസ്റ്റൻസ്, വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ സെൻട്രോയിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഈ ഒരു ഫിഗറിനെ സംബന്ധിച്ച് എക്സ് ബാറിന്റെ വാല്യൂ b/2 ആണ്, വൈ ബാറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/2 ആണ്. ഇപ്പൊ റെക്ടാംഗിളിന്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് ഇതേപോലെയുള്ള നമുക്ക് അറിയില്ലാത്ത ഷേപ്പുകളുടെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഇതൊരു എൽ ഷേപ്പ് ആണ്. അപ്പൊ നമ്മൾ അതിനെ അറിയാവുന്ന ഷേപ്പിലോട്ട്, ഏത് ഫിഗർ കിട്ടിക്കഴിഞ്ഞാലും അറിയാവുന്ന ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഒരു എൽ ഷേപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിനെ ഇവിടെ ഒരു ലൈൻ വരച്ച് രണ്ട് റെക്ടാംഗിൾ ആക്കി മാറ്റും. ഒന്നല്ലെങ്കിൽ ഇവിടെ ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെയും ലൈൻ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോ ഇവിടെയാണ് ലൈൻ വരയ്ക്കുന്നത്. അപ്പൊ ഇത് ഒന്നാമത്തെ ഷേപ്പ്, ഇത് രണ്ടാമത്തെ ഷേപ്പ്. അങ്ങനെയാണ് ഇവിടെ ഇക്വേഷൻ വരുന്നത്. എക്സ് ബാറിന്റെ ഇക്വേഷൻ സിഗ്മ എ എക്സ് ഡിവൈഡ് ബൈ എ. അപ്പൊ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സുകളും നമ്മൾ ആഡ് ചെയ്യണം. a1x1 പ്ലസ് a2x2 പ്ലസ് a3x3 പ്ലസ് എക്സെട്ര എക്സെട്ര. ഇവിടെ രണ്ട് ഷേപ്പ് ഉള്ളതുകൊണ്ട് x2 എത്തുമ്പോൾ പരിപാടി വരും. ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ, ഏതൊക്കെ എത്ര പാർട്ട് ഫിഗർ ഉണ്ടോ അതിന്റെ ഒക്കെ ഏരിയ ആഡ് ചെയ്യണം. ഇവിടെ 1ഉം 2 ഉള്ളൂ, അപ്പൊ a1 പ്ലസ് a2. അതുപോലെ തന്നെ വൈ ബാറിന്റെ ഇക്വേഷൻ അതുപോലെ തന്നെ ഇക്വേഷൻ സിഗ്മ എ വൈ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ. അതുപോലെ a1 പ്ലസ് a2 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 എന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഈ വരുന്ന a1 x1 a2 x2 y1 y2 ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം കിട്ടും. എക്സ് ബാറും കിട്ടും, വൈ ബാറും കിട്ടും. അപ്പൊ ഇതൊക്കെ സൈഡിൽ കണ്ടുപിടിച്ചിട്ട് സബ് ചെയ്യൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇപ്പൊ ഫസ്റ്റ് റെക്ടാംഗിളിനെ സംബന്ധിച്ച് ലെങ്ത് ബ്രെഡ്ത്ത് 12x4. a2 രണ്ടാമത്തേനെ സംബന്ധിച്ച് 16x4 ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അവിടെയാണ് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 16 അതിൽ നിന്ന് 4 മൈനസ് ചെയ്യണം. 16 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12. അപ്പൊ 12x4 12x4 a2. ഇനി x1 കണ്ടുപിടിക്കണം. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 y1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റിൻ്റെ അകത്തൊരു കാര്യം ചെയ്യാണ്ടായിരുന്നു, ആക്സിസ് വരയ്ക്കണം. അപ്പൊ നമ്മള് ഇപ്പൊ റെക്ടാംഗിളിന്റെ കേസിൽ ഇതാ ഷേപ്പ്. നമ്മൾ ഈ എല്ലാ മെഷർമെന്റും നടത്താൻ എവിടെന്നാ ഈ ഒരു പോയിന്റിൽ നിന്ന് മെഷർ ചെയ്യണം അല്ലേ. അപ്പൊ അതിന് എക്സ് വൈ ആക്സിസ് വരയ്ക്കണം. ഇവിടെ ഇപ്പൊ എക്സ് വൈ ആക്സിസ് ഇവിടെ നിന്ന് ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എല്ലാ മെഷർമെന്റും ഈ പോയിന്റിൽ നിന്ന് എല്ലാ മെഷർമെന്റും എടുക്കണം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എക്സ് വൈ ആക്സിസ് വരയ്ക്കണം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം മെഷർമെന്റ് എടുക്കാൻ എളുപ്പത്തിനനുസരിച്ച്. ഇവിടെ എക്സ് വൈ ആക്സിസ് എങ്ങനെയാ വരയ്ക്കണം, എക്സ് വൈ നമ്മൾ എടുത്തു വരയ്ക്കുമ്പോൾ ആൻസർ ഷീറ്റിൽ എടുത്തു വരുമ്പോൾ വരയ്ക്കണം. ഇനി x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നോക്കാം. ഫസ്റ്റ് ഫിഗറിന്റെ എക്സ് ആക്സിന്റെ സെന്ററിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 12 ആണ്. 12 കറക്റ്റ് ഇവിടെ ഇട്ടല്ല തന്നെ. അപ്പോൾ 12 നടുക്കെന്ന് പറയുമ്പോൾ 6. ഇനി y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ സെന്ററോടെ എവിടെയാണ് വരുന്നത്, ഇത് മൊത്തം 4. 4ന്റെ പകുതി അതായത് 2. ഇനി x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫിഗറിന്റെ സെന്ററോട് ഇവിടെ ആയിട്ടായിരിക്കും തന്നെ അല്ലെ. x2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കണേ. മൊത്തം വിഡ്ത്ത് 4, അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 2. ഇനി y2 എങ്ങനെ എടുക്കണം നോക്കോട്ടെ. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ സെന്ററിലോട്ടുള്ള ദൂരം വൈ ആക്സിസിൽ, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ നിന്ന് മെഷർ ചെയ്ത് തുടങ്ങണ്ടേ, എക്സ് വൈ നമ്മൾ വരച്ചിരിക്കുന്ന കോർഡിനേറ്റ്സിന്റെ ഈ ഒരു 0 പോയിന്റിൽ നിന്നാണ് നമ്മൾ മെഷർമെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ തെറ്റിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് നമ്മൾ 12 ആണല്ലോ. അപ്പൊ 12 ഡിവൈഡ് ബൈ 2 ചെയ്ത് വയ്ക്കും. പക്ഷെ നമ്മൾ എവിടെ നിന്ന് മെഷർ ചെയ്യേണ്ടത്, ഏറ്റവും താഴ്ത്തുനിന്ന് വേണം മെഷർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 4 4 ഈ എഴുതിയേക്കണേ. പ്ലസ് ഇത് മൊത്തം 12 ആയിരുന്നു. ആ 12ന്റെ കറക്റ്റ് പകുതിക്കാണ് ഈ സാധനം ഇരിക്കണത്. അപ്പൊ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. അപ്പൊ ഈ 6 പ്ലസ് ഈ 4 ചെയ്യുമ്പോഴാണ് നമുക്ക് അടിയിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതാണ് 6 + 4 10 സെന്റിമീറ്റർ എന്ന് എഴുതിയേക്കണം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിന്റെ അകത്ത് സബ് ചെയ്യാൻ പറ്റും. സബ് ചെയ്ത് നമുക്ക് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് കേട്ടിരിക്കാതെ ഇത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത് ഇങ്ങനൊരു ഷേപ്പാ. അപ്പൊ അതിനെ നമ്മള്
മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഒരു ലൈൻ വരയ്ക്കും, അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. 1, 2, 3 അങ്ങനെ 3 റെക്ടാങ്കിൾ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആക്സിസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം, മറ്റേ വരച്ച പോലെ തന്നെ ഇതേപോലെയാണ് ആക്സിസ് വരയ്ക്കണം. ഇക്വേഷൻ എഴുതി. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം എക്സ്ട്രാ ഒരു A3 X3 കൂടെ കയറി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ 3 ഫിഗർ ഉണ്ട്. താഴെ അതുപോലെ തന്നെ ഏരിയയിലും ഒരെണ്ണം അഡീഷണൽ കയറി വരും. അതുപോലെ തന്നെ y ബാറിന്റെ ഇക്വേഷൻ. ഇനി സബ് ചെയ്യണത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. 3 ഏരിയ കണ്ടുപിടിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇനി x1 y1 ഒക്കെ കണ്ടുപിടിക്കണം. x1ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 എത്രയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സെൻട്രലിലോട്ടുള്ള ദൂരം ഇവിടെയായിട്ടാണ് സെൻട്രോയിഡ് വരുന്നത് അല്ലേ. അപ്പൊ മൊത്തം 14 ആണ്. 14ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 7. ഇനി y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസിലുള്ള ഡിസ്റ്റൻസ്, ഈ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് മൊത്തം 2 ആണ്, 2ന്റെ പകുതി 1. ഇനി x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രലിലോട്ടുള്ള ദൂരം, അതായത് എക്സ് ആക്സിസിൽ മെഷർ ചെയ്യണം. അതായത് ഇവിടെ നിങ്ങളുടെ ഈ എക്സ് ആക്സിസിൽ എത്ര ദൂരം വരും, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചാണ്. അപ്പൊ മൊത്തം വിട്ട് ഇതിന്റെ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2ന്റെ പകുതി എത്രയാ? 1. അപ്പൊ x2ന്റെ വാല്യൂ 1. ഇനി അടുത്തത് y2 എന്ന് പറയുമ്പോൾ ഇതിന്റെ സെൻട്രോയിഡ് ഇവിടെ ഉണ്ട്. ആ സെൻട്രോയിഡിലോട്ടുള്ള കോർഡിനേറ്റിന്റെ തുടക്കത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചേക്കണേ, y2. ഓക്കെ, അപ്പൊ ഇത് എത്രയായിരിക്കും തന്നെ? ഇവിടെ നിന്ന് ഇവിടം വരെ 2, 2 പ്ലസ് ഈ ഹൈറ്റ് എത്രയായിരിക്കും? അതായത് ഇത് ടോട്ടല് ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് താഴെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 24 മൈനസ് ഈ 2 മൈനസ് ചെയ്യണം, ഈ 2 മൈനസ് ചെയ്യണം. 24 മൈനസ് 4 20 ആണ് ശരിക്കും ഈ ഹൈറ്റ്. അത് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഓൾറെഡി അത് ചെയ്തു വയ്ക്കുമായിരുന്നു, അപ്പൊ കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഇത് 20 ആണ്. 20ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. അപ്പൊ താഴത്തുനിന്നാണ് മെഷർ ചെയ്യേണ്ടത്. ഇപ്പൊ 2 പ്ലസ് 10 എത്ര വരും? 2 പ്ലസ് 10 12 സെന്റിമീറ്റർ. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ സെന്റർ ഇവിടെ ആയിട്ടല്ല തന്നെ, മൂന്നാമത്തെ സെന്റർ ഇവിടെ ആയിട്ട് വരും. x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസാ, എക്സ് ആക്സിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8ന്റെ കറക്റ്റ് പകുതി, അതായത് 4. ഇനി y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തുനിന്ന് മെഷർ ചെയ്യുന്ന ഹൈറ്റാ, ഈ സെൻട്രോയിഡിലോട്ട് ഈ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എത്ര ഉണ്ടാവും? ഇവിടുന്ന് മൊത്തം 24 അല്ലെ. 24ൽ നിന്ന് എന്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2ന്റെ പകുതിയാണ്, അതായത് 1. അപ്പൊ 24ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 23. ഞാൻ അടിയിൽ നിന്ന് വേറെ രീതിയിലാണ് കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ എന്തായാലും ഉത്തരം 23 കിട്ടുള്ളൂ. ഇത്രയും വാല്യൂസ് നമ്മൾ ഈ കിട്ടിയ എല്ലാ വാല്യൂസും കൂടി എക്സ് ബാറിന്റെയും വൈ ബാറിന്റെ ഇക്വേഷനിൽ സബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാറും കിട്ടും, അതുപോലെ തന്നെ വൈ ബാറും കിട്ടും. ഇതൊക്കെ സിമ്പിൾ ഫിഗറുകളാണ്. ചില സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിഗർ ചോദിക്കാറുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കേണ്ട 2 ക്വസ്റ്റ്യനിലും ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ നോക്കിയ 2 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അതൊക്കെ ജസ്റ്റ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞ ഷേപ്പ് മാത്രമേ നമുക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതിയായിരുന്നു. സെൻട്രോഡ് കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് പകുതി എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്ന 2 ക്വസ്റ്റ്യനിൽ റെക്ടാംഗിൾ അല്ലാത്ത ഷേപ്പുകൾ വരുവാണ്. അതിനോടൊപ്പം ഒരു വ്യത്യാസം കൂടെ കയറി വരുവാണ്. മറ്റോടത്തൊക്കെ നമ്മൾ ഈ ഒരു ഫുൾ ഫിഗറിന്റെ സെൻട്രോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്നും നമ്മൾ മൈനസ് ചെയ്ത് കളയേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡിറ്റർമൈൻ ദ സെൻട്രോയിഡ് ഓഫ് ദ ഗിവൺ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഷെയ്ഡ് ചെയ്യാത്ത ഒരു സർക്കിൾ ഇതിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ സർക്കിൾ നമ്മൾ മൈനസ് ചെയ്ത് കളാണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം? ആദ്യം ഈ ഒരു ഷേപ്പിനെ നമുക്ക് അറിയാവുന്ന രൂപത്തിലോട്ട് മാറ്റണം. അറിയാവുന്ന രൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ മേലെ ഒരു ട്രയാങ്കിളും വരും, താഴെ ഒരു സെമി സർക്കിൾ തന്നെ അല്ലെ. അപ്പൊ ട്രയാങ്കിൾ ഒന്നാമത്തെ, സെമി സർക്കിൾ രണ്ടാമത്തെ, ഈ അകത്ത് കാണുന്ന ആവശ്യമില്ലാത്ത സാധനം മൈനസ് ചെയ്ത് കളയേണ്ടത് മൂന്നാമത്തെ. അങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് 3 ഷേപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തെ അടിയിലത്തെ സെമി സർക്കിൾ, മൂന്നാമത്തെ അകത്ത് വരുന്ന ഇല്ലാത്ത സർക്കിൾ, മൈനസ് ചെയ്ത് കളയേണ്ട സർക്കിൾ. ഇക്വേഷനിൽ തന്നെ മാറ്റം കണ്ടോട്ടോ. A1 x1 പ്ലസ് A2 x2, അതായത് ഇത് രണ്ടും ആഡ് ചെയ്തു. ആവശ്യമില്ലാത്ത സാധനം ആരാ? മൂന്നാമത്തെ സാധനങ്ങൾ. അപ്പൊ അത് മൈനസ് ചെയ്യണം. A1 x1 പ്ലസ് A2 x2 മൈനസ് A3 x3.
അതുപോലെ തന്നെ ഏരിയ ക്യാപിറ്റൽ എ ടോട്ടൽ ഏരിയ വരുമ്പോഴും A1 + A2 - A3 എന്നാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് y ബാറിന്റെ ഇക്വേഷൻ വന്നത് A1 y1 + A2 y2 - A3 y3 ഡിവൈഡ് ബൈ A1 + A2 - A3 എന്ന് ഇക്വേഷൻ വരും. ഇനി ഇക്വേഷനിൽ സബ് ചെയ്യാനായിട്ട് നമുക്ക് സാധനങ്ങൾ മതി. ഇനി ഇത്ര നേരെ റെക്ടാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് നേരെ പകുതി എടുത്താൽ മതിയായിരുന്നു സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പൊ ഈ ട്രയാങ്കിൾ ഒക്കെ വരുമ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ടേബിളിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ അത് എടുത്തു വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വരുന്ന ഷേപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും, അതായത് 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിളും, അതുപോലെ തന്നെ ഒരു സെമി സർക്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിൽ ഈ മൂലം എന്നാണ് നമ്മൾ മെഷർ ചെയ്യണം. ഈ മൂലം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന സെൻട്രോയിഡ് എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് B/3 വരും, y ആക്സിലെ ഡിസ്റ്റൻസ് H/3 വരും. ഇനി അതുപോലെ തന്നെ സെമി സർക്കിളിന്റെ കേസിൽ എക്സ് ആക്സിസിൽ സെൻട്രലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സെൻട്രോയിഡ് വരുന്നത്. സെൻട്രലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെമി സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്. ഇവിടെ നിന്നല്ല മെഷർ ചെയ്യണം, ഇവിടെ നിന്ന് മെഷർ ചെയ്യാൻ വരെ ഈ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് തന്നെയാണ്. ഇനി y ആക്സിൽ മെഷർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഡിസ്റ്റൻസാ അല്ലെ. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4r / 3π. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെയൊക്കെ ഏരിയ കണ്ടുപിടിക്കണം. A1 ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറയുന്നത് 30 + 30 60 ഹൈറ്റ് എന്ന് പറയുന്നത് 30. അപ്പൊ ഹാഫ് ഇൻറ്റു 60 ഇൻറ്റു 30 ഇത്രയും കിട്ടും. എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഈ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി സർക്കിളിന്റെ ഏരിയ ആണ്. ഈ അടി കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന സെമി സർക്കുലർ റീജിയന്റെ ഏരിയ, അതിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന്റെ ഏരിയ πr² ആണ്. അപ്പൊ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പകുതിയാണ്. അപ്പൊ πr² / 2. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. റേഡിയസ് എന്ന് പറയുന്നതല്ലേ അത് എത്ര തന്നേക്കണേ? 30. അപ്പൊ 30 π × 30² / 2. ഇനി A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്ത് വരുന്ന സർക്കിളിന്റെ ഏരിയ, അത് πr² തന്നെയാണ്. റേഡിയസ് വ്യത്യാസമുണ്ട്. ഈ സെമി സർക്കിളിന്റെയും അകത്ത് കൊടുത്തിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് സെയിം അല്ല. അകത്ത് കൊടുത്തിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേഡിയസ് അല്ല തന്നേക്കണേ, ഡയാമീറ്റർ ആന്നേക്കണേ. ഡയാമീറ്റർ 30 എന്ന് പറഞ്ഞേക്കണം. അപ്പൊ റേഡിയസ് എത്ര ഇരിക്കും? 15. അപ്പൊ π × 15² ഉത്തരം കിട്ടും ഇവിടെ. ഇനി ഈ 3 ഏരിയാസ് കിട്ടി. ഇനി x1 y1 x2 y2 x3 y3 കണ്ടുപിടിക്കണം. ഫസ്റ്റ് x1 എടുക്കാം. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ട്രയാങ്കിളിന്റെ സെന്ററിലോട്ടുള്ള ദൂരം. ഇവിടെയാണ് സെന്ററോയിഡ് എന്ന് സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഇവിടെ വെച്ചിരിക്കുന്ന ഫിഗർ ഉണ്ടല്ലോ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ആ ടേബിൾ പറഞ്ഞു 90 ഡിഗ്രി ആംഗിൾ വരുന്ന ആ മൂല്യം ഉണ്ടല്ലോ, ആ മൂല്യം മെഷർമെന്റ് പറഞ്ഞത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങടേക്ക് ഉള്ള ദൂരം, ഈ ഒരു ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ആക്സിസിൽ B/3 ആണ്. അതുപോലെ ഇവിടുന്ന് സെൻട്രലിലോട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് y ആക്സിൽ വരുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് H/3 ആണ്. ഓക്കെ. പക്ഷെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ മെഷർമെന്റ് ഇപ്പോൾ എടുക്കേണ്ടത് ആക്സിസ് വരച്ചതിന് ശേഷമല്ലേ. ആക്സിസ് ഇത് ഇങ്ങനെ വരച്ചേക്കണേ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആക്സിസ് ഇങ്ങനെ പോയേക്കണേ. ഇത് എക്സ്, ഇത് വൈ. അപ്പൊ ഈ ഒരു മൂല്യമാണ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ ട്രയാങ്കിളിന്റെ കേസിൽ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് മെഷർ ചെയ്യുമ്പോൾ B/3 ആണെന്നറിയാം. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങടേക്കുള്ള ഈ ഒരു മെഷർമെന്റാണ്. അപ്പൊ ടോട്ടല് B ആണ്. ബേസ് ഓഫ് ദി ട്രയാങ്കിൾ B ആണിത്. അതിൽ നിന്ന് ആ ബിയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ B/3 മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ. അതുകൊണ്ടാണ് ഇക്വേഷൻ B - B/3 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2B / 3 എന്നായിരിക്കും. 2B / 3. കണക്ക് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. ഈ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3B / 3 എന്നാണ്. ഈ 2 3 കട്ടായി പോകുമ്പോഴാണ് അത് B മാത്രമാണത്. ഇപ്പൊ 3B/3 എന്നാണ് ശരിക്കും B/3 മൈനസ് ചെയ്യണത്. അപ്പൊ അടിയിൽ ഈ കാണുന്ന ഡിനോമിനേറ്ററിന് വ്യത്യാസമൊന്നും വരില്ല. അത് 3 എന്ന് പറഞ്ഞുള്ള രീതി തന്നെ നമുക്ക് എടുത്തെഴുതാൻ പറ്റും. മേലുള്ള സാധനം നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേലെ 3B ഉണ്ട്. 3B - B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3Bയിൽ നിന്ന് ഒരു B പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര B ഉണ്ട്? 2B. അപ്പൊ അങ്ങനെയാണ് 2B/3 എന്ന് പറഞ്ഞ ഇക്വേഷനിലായിട്ട് തന്നെ. അപ്പൊ 2B/3 ബിയുടെ സ്ഥാനത്ത് 60 സബ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 60 / 3. ബേസ് ഇവിടെ 60 ആണല്ലോ. ടോട്ടൽ ബേസ് എന്ന് പറയുന്നത് 60 ആണ്. ഇനി y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ സെൻട്രലിലോട്ടുള്ള ഹൈറ്റ്, അതായത് ഈ ദൂരമാണ് നമുക്ക് വേണ്ടത്. ആ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ട് ഡയറക്റ്റ്. H/3 ആണ്. H/3 ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പൊ 30 / 3 എന്ന് കിട്ടും.
ഇനി x2 എന്ന് പറയുമ്പോ രണ്ടാമത്തെ ഫിഗറിന്റെ, അതായത് ഈ കാണുന്ന സെമി സർക്കിളിന്റെ സെൻട്രോയിഡ്. സെമി സർക്കിളിനെ സംബന്ധിച്ച്, ഈ കാണുന്ന സെമി സർക്കിളിനെ സംബന്ധിച്ച് സെൻട്രോയിഡ് ഇത് ഇവിടെയായിട്ട്, ഇവിടെ ഏകദേശം ഇവിടേക്ക് ആയിട്ടായിരിക്കും തന്നെ. എക്സ് ആക്സിസിലുള്ള ദൂരം കണ്ടുപിടിക്കണം, ഈ ദൂരം വേണം. അതുപോലെ തന്നെ വൈ ആക്സിസിൽ വരുന്ന ഈ ഒരു ദൂരം വേണം. ഓക്കെ, ഇപ്പൊ എക്സ് ആക്സിസിൽ വരുന്ന ദൂരം x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചു സെമി സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 30. x2ന്റെ വാല്യൂ 30. ഇനി y2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ y2 താഴത്തോട്ടാണ്, അതുകൊണ്ട് ഒന്ന് നെഗറ്റീവ് എടുക്കണം. അതായത് ഇവിടെയല്ലേ കോർഡിനേറ്റ് തന്നെ, ആ കോർഡിനേറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് മൈനസ് ആണ്. ഇവിടുന്ന് താഴത്തോട്ടല്ലേ മെഷർ ചെയ്യണം, അപ്പൊ മൈനസ് ആണ്. ഇനി ആ ഹൈറ്റ് എത്രയെന്ന് പറഞ്ഞാൽ 4r ഡിവൈഡ് ബൈ 3π. 4r ഡിവൈഡ് ബൈ 3π ആണ് തന്നെ. അവിടെ സെമി സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 30 ആ 30 ഇവിടെ സബ് ചെയ്യുക. മൈനസ് ഇവിടെ ഇട്ട് കൊടുക്കാൻ മറന്നുണ്ട്. അപ്പൊ -4r ഡിവൈഡ് ബൈ 3π ഇതാണ് വരുന്നത്. റേഡിയസിന്റെ സ്ഥാനത്ത് 30 സബ് ചെയ്യുക. ഇനി നമുക്ക് x3 y3 നോക്കാം. x3 y3 എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ സെന്ററോടാണ്. അപ്പൊ അതിന്റെ ഈ കറക്റ്റ് സെന്ററിൽ, സർക്കിളിനെ സംബന്ധിച്ച് കറക്റ്റ് നടുക്കായിട്ടാണ് സെന്ററോഡ് തന്നെ. ഇപ്പൊ x3 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. എത്ര ഇരിക്കും തന്നെ? അത് ഈ 30 തന്നെയല്ലേ തന്നെ. അപ്പൊ x3യുടെ വാല്യൂ 30 തന്നെ. ഇനി y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ y ആക്സിസിൽ സെൻട്രോയിഡുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അത് ആ പോയിന്റിൽ തന്നെയാണ്, ഈ പോയിന്റിൽ തന്നെയാണ്. അപ്പൊ ഹൈറ്റ് ഒന്നും ഇല്ല, ഈ പോയിന്റിൽ തന്നെയുണ്ട്. വൈയുടെ വാല്യൂ എത്ര വരും? 0 എന്ന് വരും. വൈയുടെ വാല്യൂ 0. ഇത്രയും കാര്യങ്ങൾ ഇക്വേഷനിലോട്ട് സബ് ചെയ്യുക. രണ്ട് ഇക്വേഷനിൽ സബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാറും കിട്ടും, വൈ ബാറും കിട്ടും. ഇപ്പൊ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സെമി സർക്കിളിന്റെ ഒക്കെ സെന്ററോടെ എവിടെയാണ് വരുന്നത് ഇക്വേഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇവിടെ ഇക്വേഷൻ പ്രകാരം b/3 നമുക്കറിയാം. ഇപ്പൊ ഞാൻ ട്രയാംഗിൾ വൈസ് ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഇവിടെ നിന്ന് മെഷർ ചെയ്യണ സെൻട്രലോടുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ ഇത് സെൻട്രോഡ് ആണെങ്കിൽ ഈ മൂലയിൽ മെഷർ ചെയ്യണമെങ്കിൽ b/3 ആണെന്ന് നമുക്കറിയാം. ഈ മൂലയിൽ b/3 ആണെങ്കിൽ അപ്പുറം മൂലയിൽ എത്രയായിരിക്കും? b - b/3, അതായത് 2b/3 ആണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ഷേപ്പിനെ മൊത്തത്തിൽ ട്രപ്പീസോയിഡ് ആയിട്ട് എടുത്തൊക്കെ ചെയ്യാനാണ് പഠിപ്പിച്ചത്. അപ്പൊ ഈ ട്രപ്പീസോയിഡ് എന്ന് പറഞ്ഞ ഷേപ്പ് നമ്മള് ബോക്സിലൊന്നും പഠിക്കണമെന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ അതിനെ പറ്റി പറയണമെന്നില്ല. അപ്പൊ നമ്മള് ട്രപ്പീസോയിഡ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളൂ. ഇപ്പൊ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ട്രപ്പീസോയിഡ് അല്ലാതെ, അതായത് ഈ കാണുന്ന ഷേപ്പാണ് ട്രപ്പീസോയിഡ് എന്ന് പറഞ്ഞത്. അതിന് മൊത്തത്തിൽ ട്രപ്പീസോയിഡ് എന്ന് പറഞ്ഞ ഒറ്റ ഷേപ്പ് ആക്കി എടുത്തു. അതിൽ നിന്ന് ഈ സർക്കിളിനെ, സെമി സർക്കിളിനെ മൈനസ് ചെയ്ത് കളഞ്ഞ് 2x2 ഫിഗർ ആക്കി എടുത്ത് 1ഉം 2ഉം മാത്രം ആക്കി എടുത്താണ് ഇത് ഫിനിഷ് ചെയ്തത്. പക്ഷെ അതുപോലെ ചെയ്യാതെ, ഇപ്പൊ അതുപോലെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യും. ഇതേപോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഫിഗർ, ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ട് ട്രയാങ്കിള്, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ വരുന്ന റെക്ടാങ്കിള്, നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ വരുന്ന സെമി സർക്കിൾ. അപ്പൊ ഇവിടെ ഷെയ്ഡർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി സർക്കിൾ ഉൾപ്പെട്ടിട്ടുള്ള. അപ്പൊ ഈ 1ഉം 3ഉം 2ഉം ആഡ് ചെയ്തിട്ട് 1 + 2 + 3 ചെയ്തിട്ട് അതിൽ നിന്ന് 4 മൈനസ് ചെയ്യണം. ഇക്വേഷൻ നോക്കോ, a1x1 + a2x2 + a3x3 - a4x4 ആണ്. അതുപോലെ തന്നെ അടിയിലും മൈനസ് വരും. ഇനി ഇവിടെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. 4 ഷേപ്പുകളുടെയും ഏരിയ കണ്ടുപിടിക്കണം. ആദ്യത്തേന്റെയും രണ്ടാമത്തേന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് ആണ്, ഹാഫ് BH. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ഡിവൈഡ് ബൈ 2. അതെന്താ? ഈ സെമി സർക്കിളാ. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പകുതിയാണ്. സർക്കിൾ ആയിരുന്നു πr² ആയിരുന്നു, സെമി സർക്കിൾ ആയതുകൊണ്ട് πr² ഡിവൈഡ് ബൈ 2. 6ന്റെ സ്ഥാനത്ത് അതിന്റെ റേഡിയസ് ആയ 90 എടുത്തു വെച്ചാണ് ഫിഗർ ഇതാണ്. അങ്ങനെ എല്ലാ ഏരിയയും കിട്ടും. ഇനി x1 y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിഗറിന്റെ, ഈ ഒരു ഫിഗറിന്റെ സെൻട്രോയിഡ്. ഇവിടെ നമ്മൾ ആക്സിസ് നടുക്ക് എടുത്തേക്കണം. കുറെ ഫിഗർ രണ്ട് സൈഡിലോട്ട് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ ഈ മൂലക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങ് അറ്റം വരെ മെഷർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇപ്പുറം മൂലയിൽ നിന്ന് ഇങ്ങനെ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാം ബാക്കോട്ട് മെഷർ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ കറക്റ്റ് നടുക്കുന്ന എടുത്തു, രണ്ട് സൈഡിലോട്ടും വരാൻ പാകത്തിന്. ഇപ്പൊ ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച്
ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതിന്റെ സെൻട്രോയിഡ് നമ്മൾ മെഷർ ചെയ്യണം നോക്കോട്ടോ. സെൻട്രോയിഡ് ഇവിടെ ആയിട്ടാണ് വിചാരിക്കാം. ഇപ്പൊ ഇതിന്റെ അകത്തിട്ടുള്ള എക്സ് ആക്സിലുള്ള ദൂരം അതാണ് x1. അപ്പൊ അത് എത്രയാ മതിയെന്ന് നോക്കി. ആദ്യം ഇവിടെ നിന്ന് ഇവിടെയും വരെ എത്തണം. അത് എത്രയാ? ഈ 100ന്റെ പകുതിയാണ്, അതായത് 100. അപ്പൊ ആ 100 ആണ് ഈ കൊടുത്തേക്കണം. 100 പ്ലസ് ഇനി ഇവിടെ നിന്ന് ഇങ്ങടേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് സെൻട്രോയിലായിട്ട് ഇത്രയും വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം b/3 ആണ് ഇക്വേഷൻ വെച്ചിട്ട്. ബേസിന്റെ 1/3 b/3, അതായത് 100 പ്ലസ് b/3. ഇനി മൈനസ് വരാൻ കാരണം എന്താ? ഇതാ കോർഡിനേറ്റ്, അതിന്റെ ബാക്കോട്ടം മെഷർ ചെയ്തേക്കണം, അതുകൊണ്ട് മൈനസ് വന്നു. ബിയുടെ സ്ഥാനത്ത് ബേസ് 50 സബ് ചെയ്യാം. അപ്പൊ 100 പ്ലസ് 50 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. ഇനി y1ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സെൻട്രലിലോട്ടുള്ള ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. സെൻട്രലിലോട്ടുള്ള ഹൈറ്റ്, ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ വെച്ചിട്ട് h/3 ആ ഹൈറ്റിന്റെ 1/3. ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പൊ 120 ഡിവൈഡ് ബൈ 3 ഇത്രയും കിട്ടും. അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ കണ്ടുപിടിക്കണം. ഇത് ഇപ്പുറ സൈഡിലോട്ട് മെഷർ ചെയ്യണമെങ്കിൽ അത് അപ്പുറ സൈഡിലോട്ട് മെഷർ ചെയ്യണമെന്നുള്ളൂ. അപ്പൊ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആവും, സെയിം വാല്യൂ തന്നെ. y1 രണ്ടിനും പോസിറ്റീവ് ആണ്, കാരണം y1 രണ്ടിന്റെയും കേസിൽ മേലോട്ട് തന്നെ മെഷർ ചെയ്യണം. അപ്പൊ y1ഉം y2ഉം പോസിറ്റീവ് തന്നെയാണ്. ഇനി x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ സെന്ററോട് ഇത് ഇവിടെ ആയിട്ടാണ് വിചാരിക്കുക. അപ്പൊ അവിടെ തന്നെ നമ്മൾ ആക്സിസ് വരച്ചേക്കണം. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 0 എക്സ് ഇവിടെയല്ല തന്നെ, എക്സിന്റെ വാല്യൂ 0. ഇനി y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റിന്റെ നേരെ പകുതി, അതായത് 120 ഡിവൈഡ് ബൈ 2, അതായത് 60. ഇനി നാലാമത്തെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെമി സർക്കിൾ ആണ്. അതിന്റെ സെൻട്രോയിഡ്, സെമി സർക്കിളിന്റെ സെൻട്രോയിഡ് ഇവിടെ ആയിട്ടായിരിക്കും തന്നെ സെമി സർക്കിളിന്റെ. ഇപ്പൊ എക്സിൽ അതിന്റെ വാല്യൂ ഇരിക്കും. എക്സിൽ മെഷർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 0 ആണ് തന്നെ. ഇപ്പൊ x4ന്റെ വാല്യൂ 0 എന്ന് കൊടുത്തു. y4 എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് വേണ്ടത്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4r ഡിവൈഡ് ബൈ 3π ആണ്. നമ്മൾ 4r ഡിവൈഡ് ബൈ 3π എന്ന് കൊടുത്തു. ഇവിടെ റേഡിയസ് 90 ആണ്. അപ്പൊ 4 × 90 ഡിവൈഡ് ബൈ 3π. എല്ലാത്തിന്റെയും വാല്യൂ കിട്ടും. അത് സബ് ചെയ്ത് കഴിഞ്ഞാൽ x ബാറും y ബാറും കിട്ടും. അപ്പൊ ഇത് കുറച്ച് നമ്മൾ സൂക്ഷിച്ച് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു ഫ്ലോയിൽ വരുള്ളൂ. ജസ്റ്റ് കണ്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും, ചെയ്യുമ്പോൾ തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പൊ ഇത് ശരിക്കും തറവായിട്ട് പഠിക്കണം, കാരണം ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി വിട്ടേക്കുക. മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനുള്ളത് വിട്ട് കളഞ്ഞേക്കുക. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇതിനേക്കാളും പാടാണ്. അപ്പൊ സെൻട്രോയിഡ് തറവായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇവിടെ നിന്നുള്ള മാർക്ക് നമുക്ക് മിസ്സാക്കാതെ വിടാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇത് പഠിച്ചേ പറ്റൂ. നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഈ സംഭവം എങ്ങനെയും പഠിച്ചെടുക്കണം. ഇനി പ്രോബ്ലത്തിന്റെ കുറച്ച് ചെയ്യാൻ അറിയാവുള്ളൂ, അതുകൊണ്ട് എന്തായാലും ഉത്തരത്തിലോട്ട് എത്തൂല, അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് വിട്ടുകളയരുത്. നമുക്ക് ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. പടം വരയ്ക്കുന്നതിനും ഈ ഓരോ സ്റ്റെപ്പുകൾക്കും മാർക്കുള്ളതാണ്. അപ്പൊ മാക്സിമം ചെയ്യാവുന്നത് വരെ നമ്മൾ ചെയ്ത് മാക്സിമം എഫേർട്ട് എടുക്കണം. ഇനി മൊഡ്യൂൾ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റൻ, അത് അടുത്തൊരു ഷേപ്പ് കൊടുത്തേക്കണുണ്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ സ്വന്തം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാട്ടോ. ഈ മൊഡ്യൂൾ 4ന്റെ കേസിൽ നമ്മൾ എല്ലാ ക്വസ്റ്റനും ഡിസ്കസ് ചെയ്യാനുള്ള നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ എത്രയാണ് പറഞ്ഞോളൂ, മൊഡ്യൂൾ 4ൽ ഈ ഒരു പേജ് കൊടുത്തേക്കണ സാധനങ്ങളുണ്ടോ, അതിന്റെ തിയറി പഠിച്ചതിന് ശേഷം ഈ ഇക്വേഷൻസ് കാണാപ്പാടം പഠിക്കുക. ആ തിയറിയിൽ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണിത്. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ആ പ്രോബ്ലം മൊത്തം ചെയ്തേക്കണം. പ്രോബ്ലം അപ്പൊ നിങ്ങൾക്ക് നോട്ട് ഞാൻ ഇവിടെ ഇടാം. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിച്ച നോട്ടാണ്. അപ്പൊ ആ നോട്ട് പ്രകാരം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അങ്ങനെ 4ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കാം.